എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു, അത് കാരണമാണേ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മത്തൻ തക്കാളി എന്ന് പറയും ഇവിടെയൊക്കെ, പിന്നെ മണിത്തക്കാളി എന്നും പറയുന്നുണ്ട് ചില സ്ഥലത്ത്. ഇനി നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എനിക്ക് അറിയില്ല. എന്താണ് വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. ഇത് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ടതല്ല കേട്ടോ. ഇത് ഞാൻ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോയിൽ ഇടാറുണ്ട്. ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാലോ വെച്ചിട്ട് ഇട്ടതാണ്. ഇത് പാചകം ചെയ്തിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. നമുക്ക് പാചകം ചെയ്തിട്ട് കറി വെച്ചിട്ട് കഴിക്കാം. പക്ഷെ ഞങ്ങളിത് കഴിക്കാറ് ഇത് പൊട്ടിച്ചിട്ട് ഇതേപോലെ കറുപ്പ് കളറാവും, അപ്പോൾ അത് പഴുത്തു എന്നാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ കഴിക്കാറാണ്. ഇത് നമ്മുടെ സാധാരണ തക്കാളിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ തക്കാളിയാണ്. ഇതൊരു ചെറിയ മധുരവും ചെറിയൊരു പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. നമ്മളിത് ഈ നിറമായാൽ പൊട്ടിച്ച് കഴിക്കാറാണ് പതിവ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കായകൾ പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നാളെ വന്നാലും ഉണ്ടാവും ഇതേപോലെ ഇതിങ്ങനെ ഒരു സമയത്ത് ചെറിയ കായകളുണ്ടായാൽ കുറേ അതിലുണ്ടാവും, കൊലകൊലയായിട്ട് ഉണ്ടാവും. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് നമ്മുടെ അടുത്തുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള 8ഓളം തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അതിലിപ്പോൾ ഏറ്റവും വലിയ തൈ ഇതാണ് കേട്ടോ. ഇത് അത്യാവശ്യം കളറൊക്കെ കയറി വന്ന് ഇലയൊക്കെ വലുതായിട്ടുള്ള തൈയാണ്. ഇത് നമ്മളിപ്പോൾ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ചെറുതും എല്ലാതും നമ്മുടെ അടുത്തുണ്ട്. അതിൽ ചെറുതാകുമ്പോൾ കുറച്ചുകൂടെ വില കുറയും. അത് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വില ഇട്ട് തരാം. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല കളറൊക്കെ കയറി വന്ന വലിയൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ 150 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ സെയിലിനില്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് ആഡ് ചെയ്യും കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒന്ന് വെച്ചതാണ്. ഒന്ന് വെച്ചാൽ ഇങ്ങനെ ചട്ടിയിൽ നിറഞ്ഞ് കൂട്ടം കൂടി ഉണ്ടാവും. ഇതിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ തന്നെയാണ് കേട്ടോ നമ്മൾ തരുന്നത്. ഈ പ്ലാന്റിന് അങ്ങനെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ചട്ടികളിലേക്ക് മാറ്റി വെച്ചിട്ട് കുറേ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിയിട്ട് ചട്ടി നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ചട്ടിയിൽ കണ്ടില്ലേ, ഇതിപ്പോൾ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ. ഇതൊരു ലില്ലിയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഇതുമ്പോൾ ഇപ്പോൾ പൂക്കളില്ലാത്തതുകൊണ്ടാണ് പിക്ചർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് 2 കളറാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടിലും പൂക്കളില്ലാത്തതുകൊണ്ട് ഇത് മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചെറിയ തൈകളല്ല, വലിയ തൈകൾ തന്നെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ തൈകളാണ്. അപ്പോൾ അത് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അപ്പോൾ അതിൻ്റെ റേറ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇത് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒരുപാട് ഇതേപോലെ കുറച്ചൊരു ചെറിയ കമ്പ് വെച്ചിട്ട് നിറയെ ഉണ്ടായി നിൽക്കുന്നതാണ്. ഒരുപാട് വെയിലത്ത് വെച്ചാൽ ഇത് അത്ര നന്നാവില്ല. കുറച്ച് വെയിൽ കുറവ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു തൈ വെച്ചാൽ നിറയെ ഇതിൽ തൈകൾ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒറ്റ തൈ വെച്ചതാണ്. ഇതിപ്പോൾ ചട്ടി നിറയെ തൈകളായിട്ടുണ്ട്. ഇത് ഡിഫൻ ബാച്ചിയാണ് കേട്ടോ. ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ്. ഇത് നല്ല ഉയരവും വെച്ച് വരുന്നതാണ് കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് ബുഷി പോട്ടായിട്ടും വളർത്താം, ഇത് ക്രീപ്പറായിട്ടും വളർത്താം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി കൊടുത്തിട്ട് വളർത്താം, അല്ലാതെ കയറുമ്മ കയറ്റി വിട്ടിട്ടും വളർത്താം കേട്ടോ. ഇത് പീസ് ലില്ലിയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്, എന്നാൽ ചെറിയൊരു വെയിലും വേണം പൂക്കാനൊക്കെ. ഇത് കുറേ നമുക്ക് എൻക്വയറി ഉണ്ട് ഇപ്പോൾ, ഇത് പീസ് ലില്ലിയുടെ തൈകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിലും ഇപ്പോൾ ചെടികൾ നിറയെ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾക്കിപ്പോൾ സെയിലിന് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കുഞ്ഞൻ തൈകളാണ്. ഇതേപോലെ നമ്മൾ വേറെ പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള തൈകൾ നമ്മളുടെ അടുത്ത് വലുതും ഉണ്ട്, ഇനി കുറച്ച് ചെറുതും ഉണ്ട്. അത് നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ പ്രൈസ് പറയാം കേട്ടോ.
അടുത്തത് ഹാങ്ങിങ് ആയിട്ടും ബുഷി ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ റേറ്റിന് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ ബുഷി ആയിട്ടും വളർത്താം, ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടും വളർത്താം കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തൈകളും നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രസീനയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഫാസ്റ്റ് സെല്ലിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ അടുത്തിപ്പോൾ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇതിൽ കണ്ട പോലെ ബുഷിയായിട്ടും വളർത്താൻ പറ്റും, ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ. ഒരു ചെറിയ തൈ വെച്ചാൽ വേഗം തന്നെ ചട്ടിയിൽ നിറഞ്ഞുണ്ടാവുന്നതാണ് ഇത്. ഇത് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഉള്ളത്. ഇതിനും വല്ലാത്ത പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത തണലിഷ്ടപ്പെടുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കുഞ്ഞൻ തൈകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ അല്ല കേട്ടോ. ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം വലിയ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ അത്യാവശ്യം ഓഫർ പ്രൈസിന് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതും നമ്മുടെ അടുത്ത് ഒരുപാട് ചെറിയ തൈകളല്ല, കുറച്ച് അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ്. ഇത് നമ്മൾ അത്യാവശ്യം കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും നമ്മളിതൊരു ഓഫർ പ്രൈസ് പോലെ കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കലാത്തിയുടെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷേ ഇത് മുഴുവനല്ല നമ്മൾ തരുന്നത്, 2 ഇല അല്ലെങ്കിൽ 3 ഇല അങ്ങനെയായിട്ടുള്ളൊരു തൈയാണ് നമ്മൾ തരുമ്പോൾ തരിക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് തൈകൾ നമ്മുടെ അടുത്തുണ്ട്. ഈ പോട്ടിലിപ്പോൾ കൂടുതൽ കാണുന്നത് ഇങ്ങനെ നിൽക്കുന്നതും ഇതിൽ 5-6 തൈകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒന്ന് വെച്ചാൽ തന്നെ ഇത് പൊട്ടി പൊട്ടി വേഗം ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇത് ഡ്രസീനയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനിതിൻ്റെ കട്ടിങ്സാണ് കൊടുത്തിരുന്നത്. ഇപ്പം ഞാനിതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുത് തന്നെയാണ് കേട്ടോ. ഇത് വെരിഗേറ്റഡ് കഞ്ഞിക്കൂർക്കയാണ് കേട്ടോ. മിനിമം നമ്മുടെ അടുത്തുനിന്ന് 100 രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. എന്നാലേ നമുക്ക് അയക്കുന്നവർക്കും ഇത് ഷിപ്പിംഗ് തന്ന് മേടിക്കണ നിങ്ങൾക്കും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ അത്യാവശ്യം ഓഫറിലും അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ്